ഇടുക്കി അടിമാലി ടൗണിന്റെ വിവിധയിടങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ഹൈമാസ്റ്റ് ലൈറ്റുകൾ പൂർണ്ണതോതിൽ പ്രകാശിപ്പിക്കാൻ നടപടി വേണമെന്നാവശ്യം. സ്ഥാപിച്ചിട്ടുള്ള ലൈറ്റുകളിൽ ചിലത് മാത്രമാണ് പ്രകാശിക്കുന്നതെന്ന് പരാതി ഉയരുന്നു. ഇക്കാരണം കൊണ്ട് തന്നെ ഇരുൾ വീണാൽ ടൗണിൽ വേണ്ട രീതിയിൽ വെളിച്ചമില്ലെന്നാണ് ആരോപണം. മൂന്നാറിന്റെ പ്രവേശന കവാടമാണ് അടിമാലി. രാപ്പകൽ വ്യത്യാസമില്ലാതെ ദിവസവും നിരവധി വിനോദസഞ്ചാരികൾ വന്നുപോകുന്ന ടൗൺ. എന്നാൽ ടൗണിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ഹൈമാക്സ് ലൈറ്റുകൾ പൂർണ്ണതോതിൽ പ്രകാശിക്കുന്നില്ലെന്നാണ് പരാതി. മാർക്കറ്റ് ജംഗ്ഷൻ, സെൻട്രൽ ജംഗ്ഷൻ, ബസ് സ്റ്റാൻഡ് തുടങ്ങി ടൗണിന്റെ വിവിധയിടങ്ങളിൽ ഹൈമാക്സ് ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ സ്ഥാപിച്ചിട്ടുള്ള ലൈറ്റുകളിൽ ചിലത് മാത്രമാണ് പ്രകാശിക്കുന്നതെന്ന് പരാതി ഉയരുന്നു. ഇരുൾ വീണാൽ ടൗണിൽ വേണ്ട രീതിയിൽ വെളിച്ചമില്ലെന്നും ആക്ഷേപമുയരുന്നു. വളരെ ഭംഗിയാക്കി ടൗൺ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ള ഹൈമാക്സ് ലൈറ്റുകൾ 3 ടൗണിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ബസ് സ്റ്റാൻഡ് പരിസരത്തുണ്ട്, അതുപോലെ തന്നെ സെൻട്രൽ ജംഗ്ഷനിലും മന്നാങ്കാല ജംഗ്ഷനിലും ഉണ്ട്. പക്ഷേ ഇതിനകത്തൊന്നും ലൈറ്റ് കത്തുന്നില്ല എന്നുള്ള വളരെ പരിതാപകരമായ സ്ഥിതിയാണ് ഇന്നുള്ളത്. ഇവിടെ ബ്യൂട്ടിഫിക്കേഷന്റെ ഭാഗമായി ടൗൺ ബ്യൂട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് സ്ഥാപിച്ച ലൈറ്റുകളും പലതും തെളിയുന്നില്ല. ഇതെല്ലാം സ്ഥാപിക്കാൻ വേണ്ടി ലക്ഷക്കണക്കിന് രൂപ മുടക്കി നമ്മൾ സ്ഥാപിക്കുന്നു. പക്ഷേ അത് പരിപാലിക്കപ്പെടുന്നില്ല എന്നുള്ളത് വളരെ ദയനീയമായ സാഹചര്യമാണ്. രാത്രികാല KSRTC ബസ്സുകൾ ഉൾപ്പെടെ അടിമാലി ടൗണിലൂടെ വന്നു പോകുന്നു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ രാത്രികാല യാത്രികരുണ്ട്. വിനോദസഞ്ചാരികളായും ധാരാളം ആളുകൾ എത്തുന്നു. ടൗണിൽ പല ഭാഗത്തും മതിയായ വിധം വെളിച്ചമില്ലാതെ വന്നാൽ ആളുകളുടെ രാത്രി യാത്രയ്ക്ക് വെല്ലുവിളിയാകും. ഇരുട്ടുമറയാക്കി നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും സാധ്യത വർദ്ധിക്കും. തെരുവ് നായ്ക്കളുടെ സാന്നിധ്യം വർദ്ധിക്കും. ഇത്തരം പ്രശ്നങ്ങൾക്ക് ഇട നൽകാതെ ടൗൺ പൂർണ്ണതോതിൽ പ്രകാശപൂരിതമാക്കണമെന്നാണ് ആവശ്യം. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.